അത് കിച്ചു ഞാനില്ലായിരുന്നു. അപ്പം കിച്ചുവിൻ്റെ വ്ളോഗിൽ മോൻ വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് തിരിഷ സുരേഷ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ അവാർഡുകളെല്ലാം മാറ്റിവെച്ചതായ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്ന് വരെ ഈ മരിച്ച സുധിച്ചേട്ടൻ്റെ ഭാര്യയായ രേണു ചേച്ചിക്കെതിരെ ഒരു നെഗറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോസ് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അന്നെല്ലാം ഞാൻ ചിന്തിച്ചിരുന്നത്, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, അവർക്ക് അറിയുന്ന തൊഴിൽ എന്താണോ, അഭിനയിക്കാനാണോ അറിയുന്നതെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അറിയാലോ, നമുക്ക് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ മദർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടമകൾ നമ്മൾ കടക്കേണ്ടി വരും. അപ്പം ഞാൻ എന്നും അവർക്ക് സപ്പോർട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അതായത് നമ്മളൊന്ന് മനസ്സിലാക്കണം, സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു കലാകാരനാണ്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നേടിയതാണ് ആ അവാർഡുകളെല്ലാം. ആ അവാർഡുകളെല്ലാം അവരവിടെ നിന്ന് മാറ്റി എന്നുള്ളതാണ്. വീഡിയോ വന്നത് കണ്ടു, സുധിച്ചേട്ടന്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട്. രേണു ചേച്ചി ഒരു കാര്യം ഓർക്കണം, കാരണം അദ്ദേഹം നിങ്ങളുടെ ഹസ്ബൻഡായ കൊല്ലം സുധി കഷ്ടപ്പെട്ട് നേടിയ അവാർഡുകളാണ് അതെല്ലാം. ആ അവാർഡുകളെല്ലാം നിങ്ങൾ കേവലം ഒരു കട്ടിലിനടിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് ഷെൽഫിൽ സൂക്ഷിക്കാം. മകൻ അത് നാശമാക്കും. മകൻ്റെ കൈ എത്താത്തിടത്താണ് നിങ്ങളത് കൊണ്ടുവയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ഷെൽഫിലോ അലമാരുടെ ഏറ്റവും ടോപ്പ് ഷെൽഫിലോ നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാമായിരുന്നു. നിങ്ങൾ അതല്ല ചെയ്തത്. മൂത്ത മകൻ്റെ വ്ളോഗിലായിരുന്നു നമ്മളതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ജനങ്ങളത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്, നിങ്ങളത് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ എന്നിട്ടും പറയുന്നുണ്ട് അത് മരം കൊണ്ടുള്ളതാണ്, സുധിച്ചേട്ടൻ്റെ മൊമെൻറ്റോസ് എല്ലാം മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇളയ മകൻ അത് നാശമാക്കും, അത് പൊട്ടിച്ച് കളയും, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളത് അവിടുന്ന് മാറ്റിയെന്ന് നിങ്ങൾ പറയുന്നു. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മൊമെൻറ്റോസോ, നിങ്ങൾക്ക് കിട്ടിയ സ്വർണ്ണമാണോ, സ്വർണം കൊണ്ടുള്ള മൊമെൻറ്റോസാണോ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്? അല്ല, നിങ്ങളുടെ മൊമെൻറ്റോസും ഈ പറയുന്ന മരം കൊണ്ടും അല്ലെങ്കിൽ മറ്റു സാധനം കൊണ്ടും ഉണ്ടാക്കിയതല്ലേ, അത് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. അതെന്താ മകൻ എന്താ നാശാക്കത്തില്ലേ? ഋതപ്പനൊരു ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായം. അവൻ എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്ത് കൊണ്ടുപോയി കളയാനൊക്കെ നശിപ്പിക്കും, കുഞ്ഞു വെച്ചല്ലേ. അപ്പം അതുപോലെ സുധിച്ചേട്ടൻ്റെ കുറേ അവാർഡുകളുണ്ട്. അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണ് സ്ഥലം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞതെടുത്ത് തല്ലി പൊട്ടിക്കും. അവൻ ആ പ്രായമാണ്, ഏജാണ്. അപ്പം പാത്ത് കൊണ്ടുപോയി തല്ലി പൊട്ടിക്കും കളിക്കുമ്പം. അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എൻ്റെ ബെഡിൻ്റെ അടിയിൽ, അവിടെ വേറെ സ്ഥലമാണ്, അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനമാണ്. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് അത് ഇപ്പം എടുക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ലാതെ എൻ്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇടയിൽ കിട്ടിയ അവാർഡുകളാണ്. അതെല്ലാം വരുമ്പോൾ എൻ്റെ ഭാഗ്യം എടുത്ത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല. സൂചിച്ചേണ്ട അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞൊന്നുമല്ല. പിന്നെ എന്തോ ചേച്ചി പറയുണ്ടായി, മൊമെൻറ്റോസ് വെക്കാനുള്ള സ്പേസ് ഇല്ല, സ്ഥലമില്ല എന്നുള്ളത്. അത്ര വലിയൊരു വീട്ടിൽ നിങ്ങളുടെ മൊമെൻറ്റോസ് വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ മലയാളികൾ എന്താ പൊട്ടന്മാരാണോ? നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് ചെയ്യുന്നത് ചേച്ചി. നിങ്ങൾ പറഞ്ഞത് ഇളയ മകൻ അതെല്ലാം നാശാക്കുന്നു. അപ്പോൾ ഇളയ മകൻ കാണാത്തടത്താണ് നിങ്ങൾ അതെല്ലാം കൊണ്ടുവെക്കേണ്ടിയിരുന്നത്. അത് ഓൾമോസ്റ്റ് ഇളയ മകൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോയിൽ മകൻ കാണിച്ചു കൊടുക്കുന്നതും. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കുഞ്ഞു മകനാണെങ്കിലും പറയേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും നാശാക്കത്തൊന്നുമില്ല. എന്നാലും ചേച്ചിയെ ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഹേർട്ടായി പോയി. കാരണം കേവലം ആ ഒരു മൊമെൻറ്റോസ് എല്ലാം കട്ടിലിനടിയിൽ കൊണ്ടുവച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എനിക്ക് ചേച്ചിയോട് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യങ്ങളും ഇല്ല. ഓക്കെ.